ഉബുഡ് നഗരത്തിൻ്റെ കേന്ദ്രഭാഗത്തുള്ള ഉബുഡ് പാലസിൻ്റെ മുറ്റത്താണ് ഈ ബാലിനീസ് നൃത്തം അരങ്ങേറുന്നത്. വിവിധ തരത്തിലുള്ള നൃത്തങ്ങളുണ്ട്. ചില സമയത്ത് മഹാഭാരത കഥയാകാം, മറ്റു ചിലപ്പോൾ മൃഗരൂപങ്ങളുടെ കഥയാകാം. ഈ നൃത്തരൂപം എല്ലാ ദിവസവും വൈകിട്ട് 7:30 മുതൽ പതിവായി അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ നൃത്തവുമായി ഒരുപാട് പാരലൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സാമ്യമുള്ള ഒരു നൃത്തരൂപമാണിത്. ബാലി ദ്വീപിലെ ഉബുദ് കൊട്ടാരമുറ്റം സന്ധ്യമയങ്ങുമ്പോൾ ലാസ്യഭംഗിയിലാവും. ചരിത്രമുറങ്ങുന്ന പുരി സാരൻ അഗുങ് അഥവാ ഉബുദ് കൊട്ടാരമുറ്റം സ്വർഗീയ നർത്തനവേദിയാകുന്നു. നൃത്ത സംഗീതാലങ്കാരങ്ങളിലൂടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കഥകൾ ഇവിടെ പുനർജനിക്കുന്നു. ബാലീസ് രാജസഭകളിൽ മാത്രം അരങ്ങേറിയിരുന്ന സ്വർഗീയ നൃത്തമെന്ന് കലാസ്നേഹികൾ വിശേഷിപ്പിക്കുന്ന ലെഗോങ് നൃത്തവേദിയായി മാറുന്നു ഈ കൊട്ടാരമുറ്റം. ഉബുദ് കൊട്ടാരം വെറും ഒരു മ്യൂസിയം മാത്രമല്ല, ബാലിക്കാരുടെ രാജാവും കുടുംബവും ഇന്നും താമസിക്കുന്ന ചരിത്ര സ്മാരകമാണിത്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചോക്കോഡ പുട്ടു കാണ്ടൽ രാജാവിന്റെ ഭരണകാലത്താണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. വാസ്തുവിദ്യയിൽ ബാലിനീസ് കലയുടെ കാന്തി വിരിയുന്ന ലോകമറിയുന്ന കൊട്ടാരമാണിത്. കാന്തി ബെൻഡാർ എന്നറിയപ്പെടുന്ന കൊട്ടാര കവാടം കടന്നെത്തുന്നത് മറ്റൊരു ലോകത്തേക്ക് തന്നെയാണ്. അഗ്നിപർവ്വത ലാവ ഉറഞ്ഞുണ്ടായ ശിലകളിൽ മെനഞ്ഞെടുത്ത ദേവീദേവന്മാരും രാക്ഷസ രൂപങ്ങളും ഈ സാന്ധ്യപ്രഭയിൽ പുനരവതരിക്കുന്നതായി തോന്നും. രംഗപൂജയോടെ ലെഗോങ് നൃത്തമണ്ഡപം ഉണരുകയായി. ബാലിനീസ് വിശ്വാസമനുസരിച്ച് നൃത്തം ദൈവത്തിനുള്ള ഒരു സമർപ്പണമാണ്. നർത്തകർക്ക് തക്സു അഥവാ ദൈവികമായ പ്രചോദനം ലഭിക്കാനായി പ്രത്യേക പ്രാർത്ഥനയുണ്ട്. വേദിയുടെ ഓരോ കോണിലും പുഷ്പങ്ങളും ചന്ദനത്തിരിയും കൊണ്ട് നിർമ്മിച്ച ചനാങ് സാരി എന്ന പൂജാദ്രവ്യങ്ങൾ അർപ്പിക്കുന്നു. വേദിയുടെ വശങ്ങളിൽ ഗ്യാമലൻ ഓർക്കസ്ട്ര സജ്ജമാകുന്നു. ഈ ഗ്യാമലനാണ് ലെഗോങ് നൃത്തത്തിന് താളമേളം ഒരുക്കുന്നത്. വെങ്കലത്തിൽ തീർത്ത ജെൻഡർ, ഗാങ്സ എന്നീ സംഗീതോപകരണങ്ങൾ ധ്വന്യാത്മക നാദം നൃത്തച്ചുവടുകൾക്ക് നൽകുമ്പോൾ ചെണ്ട താളലയം ഒരുക്കുന്നു. ഈ സംഗീത സംഗമമാണ് നർത്തകരുടെ അംഗോപാംഗ ഭാവങ്ങൾക്ക് മിഴിവേകുന്നത്. നർത്തകരും സംഗീതജ്ഞരും തമ്മിലുള്ള അലൗകികമായ ബന്ധമാണ് ലെഗോങ്ങിനെ മാന്ത്രികമാക്കുന്നത്. ലെഗോങ് നർത്തകരുടെ വേഷഭൂഷാദികൾ അതിമനോഹരമാണ്. ലെഗ് എന്നാൽ ചേതോഹരമായ അംഗചലനമെന്നും ഗോങ് എന്നാൽ ഗാമലൻ സംഗീതമെന്നുമാണ് അർത്ഥം. സൗവർണ പട്ടുടയാടകളാൽ അണിഞ്ഞൊരുങ്ങി പുതുപുഷ്പങ്ങൾ ചൂടി സ്വർണ്ണ കിരീടമണിഞ്ഞ് സ്വർഗകന്യകമാരെ പോലെ നർത്തകർ വേദിയിലെത്തുകയായി. കയ്യിലെ പീലി നിർത്തുന്ന വിശറികൾ ബാലിനീസ് നൃത്തത്തിന്റെ മറ്റൊരു മുദ്രയാണ്. താളമേള സമ്മേളനമായി സംഗീതമുയരുന്നു. വേദി നൃത്തച്ചുവടുകളാൽ നിറയുകയാണ്. അംഗോപാംഗവും ആത്മീയവുമായി നർത്തകർ കഥാപാത്രങ്ങളായി പരിണമിക്കുന്നു. തലയനക്കാതെ കണ്ണുകളുടെ ദ്രുതചലനങ്ങളിലൂടെ പ്രകടമാകുന്ന ഭാവഹാവാദികളെ സെലഡറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വിരലുകളുടെ ഓരോ മുദ്രയിലൂടെയും പാദചലനങ്ങളിലൂടെയും ലെഗോങ് നൃത്തം പൂർണ്ണതയിലെത്തുന്നു. ലെഗോങ് ലാസം എന്ന പ്രശസ്തമായ കഥയാണിത്. ഇതിൽ രാജാവും രാക്ഷസരും വാനരരും വ്യാഘ്രവുമൊക്കെ വേദിയിലെത്തുന്നു.
രാവേറെ ചെല്ലുമ്പോൾ ഗ്യാമലൻ സംഗീതത്തിന്റെ അവസാന നാദവും അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ ലെഗോങ് നൃത്തമൊരുക്കിയ അഭൗമമായ അന്തരീക്ഷത്തിന് തിരിതാഴുകയാണ്. ഉബുദ് കൊട്ടാരമുറ്റം പ്രാർത്ഥനയിൽ നിന്ന് ഉണർന്നതുപോലെയാകുന്നു. തൊഴുതുമടങ്ങുന്ന നർത്തകരും മേളമഴിച്ച വാദ്യക്കാരും നാളെ സന്ധ്യയ്ക്ക് മറ്റൊരു കഥയുമായി ദൈവങ്ങളുടെ സ്വന്തം ദ്വീപായ ബാലിയിലെ കൊട്ടാരമുറ്റത്തേക്കെത്താൻ അണിയറയിലേക്ക് മടങ്ങുന്നു.